السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്തു സൊഫിലെ 14-ാമത്തെ ആയത്താണ്. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസാറല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക, ഈമാൻ ഉണ്ടാവുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടുമെല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്തുക, അത് ദഅവത്ത് ചെയ്യുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള മുഅ്മിനീങ്ങൾ അഥവാ സഹാബികൾ അഥവാ എല്ലാവർക്കും ബാധകമായിട്ട് പൊതുവായിട്ട് അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനുശേഷം അല്ലാഹു തആല മുൻപ് കഴിഞ്ഞു പോയ നബിമാർക്ക് ഇതുപോലെ സഹായികളായ ആളുകൾ ഉണ്ടായിരുന്നതിനെ പറ്റി പറയാണ് കൂനു അൻസാറല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം ഹവാരിയീങ്ങളോട്, ഹവാരിയീങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികൾ എന്നുള്ള അർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ, ആദ്യകാലത്ത് ഈസാ നബിയിൽ വിശ്വസിച്ച ആളുകൾ, അത് 12 പേരാണ് എന്നെല്ലാം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി കാണാം. 12 ആളുകളായിരുന്നു. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരും അവരായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരും. അപ്പൊ അവരോട് ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയുണ്ടായി, ആരാണ് മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് എന്നെ സഹായിക്കാനുള്ളത് ആരാണ്, അഥവാ അള്ളാഹുവിന്റെ ഈ ദീനിനെ വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചു. ഖാലൽ ഹവാരിയൂൻ, അപ്പോൾ ഹവാരിയീങ്ങൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളിതാ അള്ളാഹുവിന്റെ സഹായികളാണ് എന്ന്, അള്ളാഹുവിന്റെ സഹായികളാണെന്ന് അൻസാരികൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സഹാബികളെ പറ്റിയിട്ടും അവർ അള്ളാഹുവിനെ സഹായിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വയൻസുറൂന അല്ലാഹ വറസൂലഹു. മുഹാജിരീങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും സഹായിച്ചവരാണ് അവർ. അപ്പൊ ഈ ദീന് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹവാരിയങ്ങളോട് ഈസാ നബി അലൈഹി ഇസ്ലാം ഇത് ചോദിച്ചപ്പോൾ ആ ഹവാരിയങ്ങൾ പറഞ്ഞ മറുപടി, ഞങ്ങളുണ്ട്, ഞങ്ങൾ ഈ അള്ളാഹുവിന്റെ സഹായികളായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഫആമന ത്വാഇഫത്തും മിൻ ബനി ഇസ്രായീൽ വകഫറ ത്വാഇഫ. അങ്ങനെ ഹവാരിയങ്ങൾ ഇത് പറഞ്ഞപ്പോൾ, അവരാ ദീന് കൊണ്ടു നടന്നപ്പോൾ, ആ ദീൻ എത്തിച്ചു കൊടുത്തപ്പോൾ ബനൂ ഇസ്രായേലുകളിൽ ഒരു വിഭാഗം ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിക്കുകയും ചെയ്തു. ഏത് കാലത്തെയും പോലെ, ഏത് കാലഘട്ടത്തിലും ഹക്കുമായിട്ട് നബിമാർ വന്ന സമയത്ത് ആ നബിമാരെ അംഗീകരിച്ച് വിശ്വസിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്, എതിർത്തുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ തമ്മിലുള്ള ആ അകൽച്ചയും എല്ലാം ഉണ്ടായപ്പോൾ തന്നെ അള്ളാഹു തആല പറയാണ്, ഫഅയ്യദ്നല്ലദീന ആമനു അലാ അദുവ്വിഹിം. നാം എന്തു ചെയ്തു? വിശ്വസിച്ച ആളുകളെ ശത്രുക്കൾക്കെതിരായി കൊണ്ട് നാം പിന്താങ്ങി, നാം സഹായിച്ചു, നാം സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ. എന്നിട്ട് പറയാണ്, ഫഅസ്ബഹു വാഹിരീൻ. അങ്ങനെ ആ വിശ്വസിച്ച ആളുകൾ അവർ വിജയിക്കുന്ന ആളുകളായി മാറുകയുണ്ടായി. അപ്പൊ ആദ്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള സഹാബികളോടും നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്ന ഹവാരിയങ്ങൾ എങ്ങനെയാണോ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കാനും ഈ ദീന് നിലനിർത്താനും ഒപ്പമുണ്ടായത്, അതുപോലെ നിങ്ങളുമാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദീനിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്
ഈ അള്ളാഹുവിനെ സഹായിക്കുക എന്നുള്ള പദം കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക്, ജുമുഅ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ നിസ്കാരത്തിലേക്ക് നിങ്ങൾ എത്തുക. അള്ളാഹുവിന്റെ സ്മരണ എന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. വദറുൽ ബൈഅ, നിങ്ങളുടെ കച്ചവട ഇടപാടുകൾ നിങ്ങൾ ഒഴിവാക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടി പ്രത്യേകം സംരക്ഷിച്ചെടുത്തു വെച്ച ദിവസമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അതായത് ചില ഹദീസുകൾ കാണാം, ജൂതന്മാർക്ക് അതിനുശേഷമുള്ള യൗമുസ് സബ്ത് ശനിയാഴ്ച ദിവസം നൽകി, നസാറാക്കൾക്ക് അതിനുശേഷമുള്ള യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം നൽകി, അതിനു മുമ്പുള്ള യൗമുൽ ജുമുഅ ഇവർക്കെല്ലാം ശേഷം വന്ന ഈ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു തആല മാറ്റിവെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ യൗമുൽ ജുമുഅ മുസ്ലിമീങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ജൂത നസാറാക്കളിൽപ്പെട്ട പുരോഹിതന്മാർക്ക് മുസ്ലിമീങ്ങളോട് അസൂയുണ്ട്. കാരണം യൗമുൽ ജുമുഅയുടെ ഫദ്ല് അവർക്കറിയാം. യൗമുൽ ജുമുഅയുടെ ശ്രേഷ്ഠത മാത്രം ക്രോഡീകരിച്ച പല ഭാഗങ്ങളുമുണ്ട്. 33ഓളം ശ്രേഷ്ഠതകൾ സാദുൽ മആദിൽ, അതുപോലെ ഫത്ഹുൽ ബാരിയിലെല്ലാം എന്നെ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ദിവസം, ആദം നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ട ദിവസം, അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം, ഉയർത്തെഴുന്നേൽക്ക് സംഭവിക്കുന്ന ദിവസം, അതുപോലെ തന്നെ അങ്ങനെ ധാരാളം ഫദ്ലുകൾ യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ യൗമുൽ ജുമുഅ ആകുമ്പോഴും മനുഷ്യരും ജിന്നുവർഗവും ഒഴികെയുള്ള ബാക്കി എല്ലാ ജന്തു ജീവജാലങ്ങളുടെ ഉള്ളിലും ഒരു വജിലത്ത് ഉണ്ടാവുന്നതാണ്, ഒരു ഭയം ഉണ്ടാവുന്നതാണ്. അത്ര ശ്രേഷ്ഠമായിട്ടുള്ള സയ്യിദുൽ അയ്യാം, ദിവസങ്ങളിലെ നേതാവാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. അപ്പോൾ ആ യൗമുൽ ജുമുഅ ദിവസത്തിൽ ജുമുഅ നിസ്കാരം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്കറിയാം. നിസ്കാരം നിർബന്ധമായ 5 വഖ്ത് നിസ്കാരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ യൗമുൽ ജുമുഅയിൽ പ്രത്യേകമായിട്ടുള്ള ആളുകൾക്കുള്ള ഖുതുബ, ഉത്ബോധനം, ഈ കാര്യങ്ങൾ നിർബന്ധമായി മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടേണ്ട, മുസ്ലിമീങ്ങളുടെ ഇജ്തിമാ ഉണ്ടാകേണ്ട ഈദുൽ ഉസ്ബൂ, ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. ആഴ്ചയിലെ ആഘോഷമാണ് യൗമുൽ ജുമുഅ എന്നുള്ളത്. അപ്പൊ അതിലേക്ക് സമയമായ അഥവാ ബാങ്ക് കൊടുത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കച്ചവടം കാര്യങ്ങളുമായിട്ട് നിൽക്കാൻ പാടില്ല. പല പണ്ഡിതന്മാരും ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജുമുഅയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം ആ ജുമുഅ പൂർത്തീകരിക്കുന്നതിനിടയിലുള്ള കച്ചവടം അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന നിലക്ക് തന്നെ പറഞ്ഞത് കാണാം. അപ്പൊ ഒരിക്കലും ആ സമയത്ത് കച്ചവട ഇടപാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ആ രീതിയിൽ ചെയ്യാൻ പാടില്ല. അത് ഒഴിവാക്കണം. എന്നിട്ട് പൂർണ്ണമായും ഈ ദിക്റിലേക്ക് വരണം. ആ ദിക്റിലേക്ക് വന്നാലുള്ളൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആഴ്ചയിൽ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ഉത്ബോധനം, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം, അത് ആളുകൾക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, അങ്ങനെ ധാരാളം നേട്ടങ്ങളാണ് യൗമുൽ ജുമുഅ കൊണ്ട് ലഭിക്കുന്നത്. അത് ഇബാദത്തിന്റെ ദിവസമായി, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെ ദിവസമായി ആ സമയം പ്രത്യേകിച്ച് ഉപയോഗിക്കണം. അതിനുശേഷം പോകാം. ജുമുഅയുടെ സമയത്തിന് ശേഷം തൊട്ടടുത്ത ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ ദുനിയാവിലൂടെ നിങ്ങൾ ജോലി ചെയ്തോളീം, നിങ്ങളുടെ കച്ചവടം ചെയ്തോളീം, അള്ളാഹിന്റെ ഔദാര്യം തേടിക്കൊണ്ട് നിങ്ങൾക്ക് സബബുകൾ സ്വീകരിച്ചോളീം. പക്ഷെ അവിടെയും അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിനെ കുറിച്ച് ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യൗമുൽ ജുമുഅ, ജുമുഅയുടെ സമയത്ത് നിസ്കാരത്തിലേക്ക് എത്തണം. ആ സമയത്ത് കച്ചവടത്തിലോ ആ ഇടപാടുകളിലോ പാടില്ല. ആ സമയത്ത് കൃത്യമായി ഖുതുബ ശ്രവിച്ച് അത് മനസ്സിലാക്കി ചിന്തിച്ച് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആണ് അവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. അടുത്ത ആയത്ത് സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹികും, തുൽഹിക എന്ന് പറഞ്ഞാൽ ഗഫലത്തിലാക്കാതിരിക്കട്ടെ, അശ്രദ്ധമാക്കാതിരിക്കട്ടെ എന്നുള്ള ആശയമാണ്. അതുപോലെ തന്നെ പിന്നെ ശരിക്ക് ചിന്തിക്കേണ്ട കാര്യത്തിൽ തെറ്റിച്ച് കളയുന്നത്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ, അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തൊട്ട്. അഥവാ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കടമകളുണ്ട്, നിസ്കാരം അതുപോലെയുള്ള ഓരോ കടമകളുണ്ട്.
അത് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ സന്താനങ്ങളും സമ്പത്തും നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അതായത് മനുഷ്യ പ്രകൃതമാണ് സമ്പത്തിനോടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതും സ്വന്തം സന്താനങ്ങളോടൊരു ഇഷ്ടമുണ്ടാവുക എന്നുള്ളതും മനുഷ്യ പ്രകൃതമാണ്. പക്ഷെ അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, ഇപ്പോ ചില ആളുകളെ കാണാം, അടുത്ത യായുഹല്ലദീനാമനുള്ളതായിട്ടും ഇതേ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ചില ആളുകളെ കാണാം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മക്കൾ സന്തോഷമായി ജീവിക്കണം, അതുകൊണ്ട് വരുമാനം ഹലാലായാലും കുഴപ്പമില്ല, ഹറാമായാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല, മക്കൾക്ക് നല്ലതായിരിക്കണം, ആ നിലയ്ക്ക് നോക്കുന്ന കാണാം. അല്ലെങ്കിൽ ചില ആളുകൾ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണത്താൽ അവർ കച്ചവടത്തിലും മറ്റുമെല്ലാം മുഴുകി നിസ്കാരം ഉണ്ടാവില്ല, ബാക്കിയുള്ള അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്ത അങ്ങനെ അവസ്ഥ ഉണ്ടാകാം. അത് വലിയ അപകടമാണ്. അങ്ങനെ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾക്ക് സമ്പത്ത് തന്നത് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകിയത് നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിന്റെ ദിക്റിൽ നിന്ന് അഥവാ റബ്ബിനോടുള്ള നിർബന്ധമായ കടമകൾ വീഴ്ച വരുത്തുന്നതിൽ ഈ കാര്യങ്ങൾ കാരണമാകരുത് എന്നിട്ട് പറയാണ് അല്ലാഹു തആല, വമൻ യഫ്അൽ ദാലിക്, ആരുടെയാണോ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് തെറ്റിക്കുന്നത്, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ, അവർക്കാണ് നാളെ ഖേദിക്കേണ്ടി വരിക, നിരാശ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ സമ്പത്തിന് സന്താനങ്ങൾക്കൊരു സ്ഥാനമുണ്ട്, അവരോടുള്ള കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തെ മറികടക്കുന്ന, അള്ളാഹുവിനോടുള്ള കടമകളെ മറികടക്കുന്ന ഒരു അവസ്ഥയിൽ ആകാൻ പാടില്ല. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് സൂറത്തു തഗാബുനിലെ 14-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലും നേരത്തെ പറഞ്ഞ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ സന്താനങ്ങളിലും ഉണ്ട്, ചിലരുണ്ട്, അദുവ്വല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കൾ, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ഗഫൂറും റഹീമുമാണല്ലോ എന്ന്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാര്യമാരോടും സന്താനങ്ങളോടുള്ള ഇഷ്ടം എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതമാണ്, അത് മനുഷ്യനുണ്ടാകും. പക്ഷേ ഇവിടെ അല്ലാഹു തആല ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തലാണ്, ഭാര്യമാരിലും സന്താനങ്ങളിലും ചിലർക്ക് ശത്രുക്കൾ ഉണ്ടാകും. അഥവാ ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുപ്പിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ ഈ ഭാര്യമാരും സന്താനങ്ങളും തടയാൻ ഒരു കാരണമാകും. ഇപ്പൊ നമ്മൾ കാണാം, ചില ആളുകൾ അവര് ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും താടി വടിച്ച് കിടക്കുന്നുണ്ടാവുക. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ താടി വടിച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. അവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണോ വലുത്, അതോ ഭാര്യയോടുള്ള ഇഷ്ടമാണോ വലുത്? അങ്ങനെ പല രീതിയിൽ ഈ നമ്മുടെ ദീനിന്റെ കാര്യം തെറ്റിക്കുന്ന ഭാര്യമാർ ചിലപ്പോൾ ഉണ്ടാകും, അതുപോലെ തന്നെ സന്താനങ്ങളും അതുപോലെ ഉണ്ടാകും. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിഭവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ പറഞ്ഞിട്ടുണ്ട്? അദ്ദുനിയ മതാ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണ്, അതിന് ഏറ്റവും നല്ല വിഭവം സാലിഹത്തായ ഭാര്യയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ അസറിൽ കാണാം, ഈമാനിന് ശേഷം ലഭിക്കുന്നതിൽ ഏറ്റവും മഹത്തായ നിഅമത്ത് നല്ലൊരു ഭാര്യയാണ്. അങ്ങനെയൊക്കെ ധാരാളം ഹദീസുകളും അസറുകളും ഒക്കെ വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പൊ സ്വാലിഹത്തായ ഒരു ഭാര്യ, ദീനിൽ സഹായിക്കുന്ന, ദുനിയവിയായ വിഷയത്തിൽ പിന്താങ്ങുന്ന അങ്ങനെ ഒരു ഭാര്യ ഉണ്ടാവുക എന്നല്ലാണ്. എന്നാൽ ദീനിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അതുപോലുള്ള തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന, ഹറാമുകൾക്ക് പ്രേരിപ്പിക്കുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭാര്യമാരുണ്ടാകാം. അവർ ശത്രുക്കളാണ്. അവർ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതിന് ശത്രുക്കളാണ്, അവർ സൂക്ഷിക്കണം. അതുപോലെ സന്താനങ്ങൾ നമ്മൾ പലപ്പോഴും സന്താനങ്ങൾ കൺകുളിർമയാണ് എന്നെല്ലാം ഒക്കെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സന്താനങ്ങൾ മജ്ബനത്താണ്, മബ്ഖലത്താണ്, മഹ്ജനത്താണ്, മജ്ഹലത്താണ്. മജ്ബനത്താണ്, ഭീരുത്വമുണ്ടാക്കുന്നവരാണ് സന്താനങ്ങൾ. അഥവാ ജിഹാദിനൊക്കെ തയ്യാറാകുന്ന ആളുകൾ, പോകാനൊക്കെ മുന്നിട്ട് ആളുകൾ, കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും, ഇന്നൊരു പേടിയായിരിക്കും, ഞാൻ ജിഹാദിന് പോയി മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആരാ ഉണ്ടാവുക, അങ്ങനെ ഒരു പേടി വരും. മബ്ഖലത്ത്, നല്ല ദാനധർമ്മമൊക്കെ ചെയ്ത ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടായി വളർന്നു വരുമ്പോൾ ഞാൻ സ്വത്തൊക്കെ ദാനം കൊടുത്ത് എന്റെ മക്കൾക്ക് എന്താ ഉണ്ടാവുക, അവർക്കൊന്ന് പിശുക്കാനാവാൻ തുടങ്ങും. അതുപോലെ മജ്ഹലത്ത്, നല്ല അറിവ് നേടുന്ന ആളായിരിക്കും, പക്ഷേ മക്കളുടെ കാര്യം നോക്കി സ്വന്തം ദീന് നോക്കാതെ അറിവ് നേടാതെ നടക്കുന്ന അവസ്ഥ ഉണ്ടാവും.
പിന്നെ മഹജനത്ത്, മക്കളുടെ വിഷയത്തിൽ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ കൺകുളിർമയാണെന്ന് പറഞ്ഞാൽ അതേ റസൂല് തന്നെ ഓർമ്മപ്പെടുത്തിയുള്ള കാര്യമാണത്. അപ്പൊ അത് ഓരോ സാഹചര്യവും സന്ദർഭവും വ്യക്തികളും അനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ എന്നിരുന്നാലും ഈ ഒരു രീതിയിൽ അവരിൽ ചിലരുണ്ടാകും എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞു ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ദീനിൽ നിന്ന് തടസ്സമാകുന്ന രീതിയിലുള്ളവരെ സൂക്ഷിക്കണം. ചില പണ്ഡിതന്മാർ ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിരുന്ന ഒരു സാഹചര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹിജറയുടെ സന്ദർഭത്തിൽ ചില മുസ്ലിമീങ്ങൾക്ക് ഹിജറ ചെയ്യാൻ സാധിക്കാതെ പോയത്, തടസ്സമായത് ഭാര്യയും സന്താനങ്ങളുമായിരുന്നു എന്ന നിലക്ക് പറഞ്ഞുകൊണ്ടാണ്. ചില പിന്നീട് ഹിജറ പോയ ആളുകൾക്ക് കിട്ടിയ ഫദ്ലും ശ്രേഷ്ഠതയും മഹത്വവും കണ്ടപ്പോ അവർക്ക് ഈ വിഷമം വന്ന ആ സമയത്ത് ഇറങ്ങിയതാണ് ഈ ആയത്ത് എന്ന് കാണാം. എന്നിട്ട് അള്ളാഹു പറയാണ് വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, ഇങ്ങനെയാണ് ഭാര്യയും മക്കളെ എങ്കിൽ അവരോട് മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും അവർക്ക് പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിലായിരിക്കണം അവരോട് ഇടപഴകേണ്ടത്. ഇതിന്റെ പേരിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ അല്ല, നല്ല രീതിയിൽ പരിഗണിച്ച് മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആയത്ത് സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ സംരക്ഷിക്കണം, പ്രതിരോധിക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിലെയും. നേരത്തെ നോക്കൂ, നേരത്തെ ഭാര്യയും മക്കളുടെ വിഷയത്തിലുള്ള അപകടം പറഞ്ഞിട്ട് ഈ ആയത്തിൽ അള്ളാഹു പറയാണ് നിങ്ങളുടെ സ്വന്തത്തെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ, കുടുംബം പറഞ്ഞാൽ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ എന്നീ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. എന്തിനെ തൊട്ട്? അഹ്ലീകും നാറാ, നരകത്തെ തൊട്ട്. നരകത്തെ തൊട്ട് അഥവാ ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളിൽ തടയുകയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ആ സ്വന്തം കുടുംബത്തിന് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം, അവരെ നിസ്കരിക്കാൻ കൽപ്പിക്കണം, അവരെ ദീനീ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വീട്ടിലുണ്ടാക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം, ഹറാമുകൾക്ക് എത്തിപ്പെടുന്ന ഒഴിവാക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മസ്ഊലിയത്തുള്ളവനാണ്. അഥവാ കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ പറ്റി നിങ്ങൾ ചോദിക്കും. നമ്മളോട് നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അല്ലാഹു തആല ചോദിക്കുകയും ചെയ്യും. നമ്മൾ ചില വിചാരിക്കണം അവരെന്താ ആയിക്കോട്ടെ, ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, മക്കള് അങ്ങനെ വളരട്ടെ, അവരുടെ ഇഷ്ടത്തിന് വളർന്നോട്ടെ. നമ്മളോട് ചോദിക്കപ്പെടും. അവരോ മേലെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരുടെ മേലെ കാര്യങ്ങൾ നമ്മോട് ചോദിക്കപ്പെടും. അള്ളാഹു പറയാണ് അവരെ നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും. എന്നിട്ട് ആ നരകത്തിന്റെ വിശേഷണം പറയാണ് അള്ളാഹു തആല വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ ഇന്ധനമായി നരകത്തിൽ ഉപയോഗിക്കുന്നത് മനുഷ്യരെയും അതുപോലെ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നും ഉൾക്കൊണ്ടു. അന്നാസ് എന്നുള്ള പദം ഖുർആനിൽ മനുഷ്യർ എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഉദ്ദേശം, മനുഷ്യവർഗവും ജിന്ന് വർഗവും അന്നാസ് എന്നുള്ള പദത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെ കത്തിക്കപ്പെടുന്ന വൽ ഹിജാറ, കല്ലുകളെയും കത്തിക്കപ്പെടുന്ന, കല്ലുകളാണ് ഇന്ധനമായിട്ട്, കല്ലുകളും ജിന്ന് മനുഷ്യരുമാണ് അവിടെ ഇന്ധനങ്ങളായിട്ടുണ്ടാവുക. ആ കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ് അലൈഹ, ആ നരകത്തിനുണ്ട് മലായികത്തുൻ ഗിലാവുൻ ശിദാദുൻ, പരുപരുത്ത പരുഷ രീതിയിലുള്ള മലക്കുകളുണ്ട്. കാണുമ്പോൾ ഏറ്റവും ഭയം തോന്നുന്ന, ഏറ്റവും പേടിപ്പിക്കുന്ന ശബ്ദമുള്ള, ഏറ്റവും കടുത്ത സ്വഭാവമുള്ള, അതിൽ ഏറ്റവും ഉപദ്രവിക്കുന്ന ആ തരത്തിലുള്ള മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത്രയും പരുഷതയുള്ള ആ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവർ അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള ഒറ്റ കൽപ്പന പോലും അവർ ധിക്കരിക്കൂല. മനുഷ്യനെന്താണ്? മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യരുത് പറഞ്ഞു, അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും മനുഷ്യന് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മലക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അവര് മുക്കല്ലിഫീങ്ങളല്ല. അവർക്ക് എന്തില്ല, അവര് അള്ളാഹു കൽപ്പിച്ചെന്തോ അത് അവർ ചെയ്യുന്നു. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിച്ചതിനെ ധിക്കരിക്കുകയുമില്ല, കൽപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നവരുമാണ്. അപ്പൊ നരകം തമാശയല്ല. നരകം നമുക്ക് വെറുതെ പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാനുള്ളതല്ല. നരകം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൃഷ്ടിയാണ്, അതിഭയാനകമായിട്ടുള്ള ഒരു ലോകമാണ്. അവിടുത്തെ ജീവിതം ഏറ്റവും ഭയപ്പാട് നിറഞ്ഞതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരികയും ആ നരകത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവുകയും. പല സലഫുകളുടെയും ജീവിതത്തിൽ കാണാം. അതിൽ ചിലർ അവർ രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടി കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ
ഭയങ്കര അസ്വസ്ഥരാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ധാന്യങ്ങൾ ചൂടുള്ള ചട്ടിയിലിട്ടാൽ അത് എങ്ങനെയാണോ ഇളകി മറിയുക അതുപോലെ അവർ ഇളകി മറിയും. എന്നിട്ട് അവർ പറയുമായിരുന്നു, എൻ്റെ ഉറക്കം, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉറക്കം കെടുത്തി കളയുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, നരകത്തെ ഭയപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണി നമ്മൾ എടുക്കണം. നമ്മുടെ കുടുംബത്തിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണി നമ്മൾ എടുക്കണം. അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടാകണം. ബാക്കി വിചാരണ അവർക്ക് മാത്രമുള്ളതാണ്. അവർ നന്നായോ ഇല്ല എന്നല്ല നമ്മളോട് ചോദിക്കുക. നിന്റെ മകൻ കേടൊന്നു പോയല്ലോ അതുകൊണ്ട് നീ ശിക്ഷിക്കപ്പെടും, അല്ല, നീ ചെയ്യേണ്ട കാര്യം ചെയ്തോ എന്നുള്ളതാണ് ചോദിക്കുള്ളൂ. അവർ നന്നായോ ഇല്ല എന്നുള്ളത് അവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വിചാരണ ചെയ്യുന്ന വേറെ കാര്യമാണ്. പക്ഷെ നമ്മുടെ ബാധ്യത നമ്മൾ ചെയ്തോ എന്നുള്ളതാണ്. ഇനി ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ ഏറ്റവും അവസാനത്തെ ആയത്താണ് 89-ാമത്തെ സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹു മലായികത്തു എന്ന് തുടങ്ങുന്ന, അതിലിടയിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൂടി കൂട്ടിയാൽ 89 ആയത്തുകൾ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്നത് 88 ആയത്തുകളാണ്. അതിൽ അവസാനത്തെ ആയത്താണ് സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്ത്. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ നസൂഹായിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള, കറയില്ലാത്ത, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള, കൂറ് പുലർത്തുന്ന, നസീഹത്ത് എന്നുള്ള പദത്തിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അർത്ഥം കൂറ് പുലർത്തുക എന്നുള്ളതാണ്. സതുപദേശം എന്നോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പല രീതിയിൽ വാക്കുകളാണ്. ഏറ്റവും യോജിച്ച വാക്ക് കൂറ് പുലർത്തുക എന്നുള്ളതാണ്, കൂറ് കാണിക്കുക എന്നുള്ളത്. അപ്പോ നസീഹത്തോട് കൂടിയിട്ടുള്ള, കൂറ് പുലർത്തുന്ന തരത്തിലുള്ള തൗബ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. എന്താണ് അങ്ങനെയുള്ള തൗബ? മക്കൾ പറഞ്ഞു 3 നിബന്ധനകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അവൻ ആ പാപം, ഏത് പാപമാണോ തൗബ ചെയ്യുന്നത് അത് അവസാനിപ്പിച്ചിരിക്കണം. 2, ആ പാപത്തിൽ അതിയായ ഖേദം അവനുണ്ടായിരിക്കണം. 3, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയം അവനുണ്ടായിരിക്കണം. ഈ 3 എണ്ണമാണ് പ്രധാനമായും ചെയ്യേണ്ട കാര്യം. ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ മരണം തൊണ്ടകുഴിയിൽ എത്തുന്നതിന് മുമ്പായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത്. ഇനി മനുഷ്യരുമായിട്ടുള്ള, അടിമകളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ ഗീബത്തുകളോ അല്ലെങ്കിൽ മറ്റു വല്ല ഉപദ്രവങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം. മനുഷ്യരുമായിട്ടുള്ളത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം. ഇതാണ് തൗബയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞ 3 അടിസ്ഥാന ഈ നിബന്ധനകൾ പാലിച്ചിട്ടുള്ള തൗബ, അതാണ് കൂറ് പുലർത്തിയിട്ടുള്ള തൗബ, തൗബത്തുൻ നസൂഹ എന്ന് പറയുന്നത്. അതല്ലാതെ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് വെറുതെ പറയാം, ദിക്റായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലൈഹി എന്നെല്ലാം പറയാം. പക്ഷേ ഒരു ശരിക്കുള്ള നസൂഹായുള്ള തൗബ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ് അസാ റബ്ബുക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന എന്താണ്? അയ്യുകഫിറ അൻകും സയ്യിആതികും, അത് നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അഥവാ പാപങ്ങൾ മായ്ച്ചു കളയാൻ അതൊരു കാരണമാകും, അത് പുറത്തു കിട്ടാൻ ഒരു കാരണമാകും. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങളെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും എന്ന് അള്ളാഹു തആല പറയാം. അപ്പോൾ തൗബ എന്നുള്ളത് ഏത് സമയത്തും മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ഏത് സമയത്തും അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാപം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകമായത് എടുത്തു പറഞ്ഞ് തൗബ ചെയ്യണം. പക്ഷെ എപ്പോഴും തൗബക്ക് നമ്മൾ ആവശ്യക്കാരാണ്. കാരണം അതില്ലാതെ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. അത് അള്ളാഹു പാപം പൊറുക്കാതെ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? തൗബക്ക് എപ്പോഴും ആവശ്യക്കാരാണ്. അപ്പൊ തൗബ ഉണ്ടെങ്കിൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും, സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ആ സ്വർഗത്തിന്റെ പരലോകത്തിന്റെ വിഷയം പറയാണ്. എപ്പോഴാണ് സ്വർഗത്തിലാ പ്രവേശിപ്പിക്കുന്നത്? യൗമ ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെയും ആ നബിയിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെയും ഒരു തരത്തിലും നിന്ദിക്കാത്ത, ഒരു തരത്തിലും ഇകഴ്ത്താത്ത ആ ദിവസത്തിൽ, ഏറ്റവും നല്ല അവസ്ഥയിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാകുന്ന ആ ദിവസത്തിൽ, നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, പ്രകാശം അവരുടെ മുൻപിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും എല്ലാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവരുടെ ചുറ്റുമായിട്ട് നൂറുണ്ടായിരിക്കും. യഖൂലൂൻ, അവരവിടെ വെച്ച് പറയും, റബ്ബന അസ്മിം ലനാ നൂറനാ, റബ്ബേ ഞങ്ങളുടെ ഈ പ്രകാശം ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണേ. അതായത് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ കിട്ടുന്ന പ്രകാശമാണ് ഹിദായത്ത്, തൗഹീദ്, സുന്നത്ത്, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ്, പാപങ്ങളിൽ തൗബ ചെയ്യാൻ സാധിക്കുന്നത് ഒക്കെ ദുനിയാവിലുള്ള നൂറാണ്. ആ നൂറിന്റെ പരിപൂർണത എപ്പോഴാണ്?
നാളെ സ്വർഗത്തിലെത്തുമ്പോഴാണ്. അപ്പൊ ആ പ്രകാശ സമയത്ത് അവർ പറയും റബ്ബന അത്മിം ലന നൂറന, ഞങ്ങളുടെ ഈ പ്രകാശം നീ പൂർത്തീകരിച്ചു തരണമേ, വഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. ദുനിയാവിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് തേടേണ്ട കാര്യമാണ് ആ പ്രകാശത്തെ പൂർത്തീകരിച്ച് നൽകണം. ദുനിയാവിൽ പ്രകാശം ഹിദായത്തും കാര്യങ്ങളുമാണ്, അതിന്റെ പൂർത്തീകരണം നാളെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അന്നൂറായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുമ്പോഴാണ് അത് പൂർത്തിയാവുക. അപ്പൊ ഈ ആയത്ത് ആണ് അവസാനമായിട്ട് ഖുർആനിന്റെ ഓർഡർ അനുസരിച്ച് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ദർസിന്റെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് അത് കേൾക്കുക, ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക എന്ന് പറഞ്ഞു. കാരണം അതിലെന്തെങ്കിലും ഒരു ഖൈർ കൽപ്പിക്കുകയോ ഷർറ് വിരോധിക്കുകയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ധാരാളം ആയത്തുകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പ്രത്യേകം വിളിച്ച് കൽപ്പിക്കുകയും വിരോധിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ ഈ റമളാനിൽ ആരംഭിച്ച് ഇതാ ഇപ്പോൾ ആ ആയത്തുകളുടെ ആശയം വളരെ ചുരുങ്ങിയ രീതിയിൽ അതിന്റെ ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഈമാനുള്ളവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിനെ കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. والحمد لله رب العالمين.